ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഷാപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടാണ്. ഓൾറെഡി തമ്മിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ വണ്ടിയിലൊരു തട്ട് കിട്ടും കേട്ടോ. അതാണ് ഈ ഒരു ഷേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പെട്ടെന്നായിരുന്നു എല്ലാം. അവിടെ വെച്ച് തന്നെ എല്ലാം പറഞ്ഞു തീർത്തു. പുള്ളി അതിൻ്റെ ക്യാഷൊക്കെ തരാമെന്ന് പറഞ്ഞു. നമ്മൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി സർവീസിന് കയറ്റി ആ പുള്ളിക്ക് സെറ്റിൽമെൻ്റ് എല്ലാം പുള്ളി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മുടെ പ്രധാന കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഏത് ടോഡി ഷോപ്പിലാണ് പോകുന്നതെന്നറിയാം. നമ്മുടെ ബോച്ചയുടെ ടോഡി ഷോപ്പിലേക്കാണ് പോകുന്നത്. ഞാനിതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ ഞാനും ശ്രീയും കൂടി ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഒരുമിച്ച്. ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് കുറേ പോയിട്ടുള്ളത്. എനിക്ക് അവിടുത്തെ ആംബിയൻസും ഫുഡും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് അവിടെ തന്നെ ചൂസ് ചെയ്തത്. ഒരുവിധം കൊച്ചിയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ബോച്ചയുടെ ടോഡി ഷോപ്പ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാവാം. വിസിറ്റ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. നല്ലൊരു പാർക്കിംഗ് സ്ഥലമൊക്കെ അവിടെ ഉണ്ട്. നല്ല ആംബിയൻസ് ആണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ കള്ളായാലും ഫുഡായാലും വലിയൊരു റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. ലൊക്കേഷൻ വരുന്ന വൈപ്പിനാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ ബോച്ചെ ടോഡി ഷോപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കാണിക്കും. അതനുസരിച്ച് വന്നാൽ മതിയാവും. പിന്നെ അതേപോലെ തന്നെ ടൈമിങ്ങും എല്ലാം കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. കാരണം ടോഡി ഷോപ്പ് ആയതുകൊണ്ട് ഫുഡ് കഴിക്കാൻ മാത്രം വരുന്നവരും ഉണ്ടാവും. ഫാമിലിക്കും പറ്റിയ ഒരു ഇതാണ്. കുട്ടികൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഓപ്പൺ സ്പേസിലാണുള്ളത്. അതേപോലെ തന്നെ കോട്ടേജ് ടൈപ്പ് ഉണ്ട്. അത് ചില ദിവസങ്ങളിൽ മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. കോട്ടേജ് അല്ല കേട്ടോ, ക്യാബിനറ്റ് സെക്ഷൻ പോലെ. അതായത് പ്രൈവസി ഉള്ളവർക്ക് അതെല്ലാ ദിവസവും ഓപ്പൺ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ ഓപ്പൺ ആയിരുന്നില്ല. പക്ഷേ ഈ ഓപ്പൺ സ്പേസിലും ഇരിക്കാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ആ വ്യൂ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ പോവുക. അവരെ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതായിരിക്കും. ഇനി ഗൂഗിളിൽ നോക്കിയിട്ട് അവരുടെ നമ്പർ അവൈലബിൾ ആണ്. അതേപോലെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത കള്ളപ്പവും ഫിഷ് ഫ്രൈയും പിന്നെ ബീഫ് റോസ്റ്റിനെ കുറിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. ബീഫ് റോസ്റ്റ് സൂപ്പറായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കഴിച്ചിരുന്ന ക്രാബ് സൂപ്പറായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എന്തോ എനിക്ക് അത്രയൊക്കെ അങ്ങോട്ട് സെറ്റായിട്ടുണ്ടായിരുന്നില്ല. ഫുഡെല്ലാം അടിപൊളി കേട്ടോ. അവിടുത്തെ ഫുഡാണ് മെയിനായിട്ട്. കള്ള് സെക്കൻഡറി ആണ്. എനിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് അവിടെ തന്നെ ചൂസ് ചെയ്ത് പോകുന്നത് ഞാൻ. പിന്നെ ആംബിയൻസും അതൊക്കെ അടിപൊളിയായിട്ട് അവർ തരുന്നുണ്ടായിരുന്നു. അവിടെ ലൈവ് കൗണ്ടർ ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഞങ്ങളവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ ചെന്നിരുന്നിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അതെനിക്ക് അത്ര കൃത്യമായിട്ട് അറിയില്ല. പിന്നെ നോ സ്മോക്കിംഗ് ഏരിയ കേട്ടോ അവിടെ. കാരണം എന്താണെന്നറിയില്ല, അവിടെ നോ സ്മോക്കിംഗ് ആണ് ഉള്ളത്. അപ്പോൾ വേറെ സ്ഥലം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ ചുറ്റും ഈ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാണാനൊരു ഭംഗിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുൽഫിയുടെ ഒരു ചെറിയൊരു സ്റ്റോർ പോലെ അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ട്, അത് ഈ ഒരു വശത്താണ് വരുന്നത്. ഇപ്പുറത്തെ വശത്ത് അവരുടെ ബോട്ടിങ്ങിനുള്ള അതായത് അതർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫാമിലി ക്യാബിൻസ് ഉള്ളത്. അവിടെ നമുക്ക് പ്രൈവസി ഉണ്ട്. പക്ഷേ എല്ലാ ദിവസവും ഓപ്പൺ അല്ല. ചില ദിവസങ്ങളിൽ മാത്രമേ ഓപ്പൺ ഉള്ളൂ. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെല്ലാൻ വേണ്ടിയിട്ട്. അത് വിളിച്ചു ചോദിച്ചാൽ അവർ പറഞ്ഞു തരും നമുക്ക്. അപ്പം നമ്മൾ ചെന്ന ദിവസം ഇത് അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾ ഇരുന്നത് കോമൺ ഏരിയയിൽ തന്നെയായിരുന്നു. പക്ഷെ നമുക്കൊരു ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഒരു പ്രൈവസി ഇഷ്യൂ കാരണമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് കാഷ്വലായിട്ട് ഇരിക്കാൻ, നമുക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ അവിടെ വളർത്തുന്ന മുയല. ഇനി മുയലിറച്ചിക്ക് വേണ്ടിയിട്ടാണോ വളർത്തുന്നത് എനിക്കറിയില്ല. പക്ഷെ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കളിപ്പിച്ചതിന് ശേഷം നമ്മൾ വളരെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. കാരണം വെയിൽ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ചൂടൊന്നും നമുക്ക് അതിനകത്തിരുന്നപ്പോൾ അറിയാനുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ആയിട്ട് ആ ഒരു സമയം മൊത്തം പോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അതിൻ്റെ റൂഫ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ആയതുകൊണ്ടാവാൻ ചൂടകത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നെ ബോട്ടിങ്ങിനുള്ള ബോട്ടൊക്കെ ഇവിടെ ഉണ്ട്. അതൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഇടുക. താങ്ക് യു.